പല്ലിൻ്റെ ചികിത്സയ്ക്കായി ഡെൻ്റൽ ക്ലിനിക്കിലേക്ക് പോകാത്തവർ വളരെ ചുരുക്കമായിരിക്കും. പലപ്പോഴും ക്ലിനിക്കിൽ എത്തിയതിനു ശേഷമായിരിക്കും ചില കാര്യങ്ങൾ കൊണ്ടുവരേണ്ടത് അത്യാവശ്യമായിരുന്നു എന്ന് മനസ്സിലാക്കുന്നത്. മാത്രമല്ല മറ്റ് പല കാര്യങ്ങളും ദന്ത ചികിത്സയോടനുബന്ധിച്ച് ചെയ്യേണ്ടതായുമുണ്ട്. ഈ കാര്യങ്ങളെക്കുറിച്ചെല്ലാമുള്ള വിവരണമാണ് ഈ വീഡിയോയിലൂടെ നൽകുന്നത്. ഞാൻ ഡോക്ടർ സാറ, ഡെൻ്റൽ സർജനാണ്. വെൽക്കം ടു മൈ ചാനൽ. ആദ്യമായി അപ്പോയിൻമെൻറ്റ് വിളിച്ച് കൺഫേം ചെയ്യുക. പിന്നെ ക്ലിനിക്കിൽ കാണിക്കേണ്ടതായ കാർഡ്, മുൻപ് എടുത്തിട്ടുള്ള എക്സ്റേ എല്ലാം മറക്കാതെ എടുക്കേണ്ടതാണ്. കൂടാതെ നിങ്ങൾ സാധാരണയായി എടുക്കുന്ന മെഡിസിൻസ്, അതായത് ഡയബറ്റിസ്, BP, അപസ്മാരം, ഹൃദ്രോഗം, കരൾ, കിഡ്നി എന്നിവയ്ക്കെല്ലാമുള്ള ചികിത്സയ്ക്കായി എടുക്കുന്ന മരുന്നുകൾ, കൂടാതെ വൈറ്റമിൻ ടാബ്ലറ്റ്, അങ്ങനെ നിങ്ങൾ കഴിക്കുന്ന ഏത് മെഡിസിൻ ആയിരുന്നാലും അവയുടെ പേരുകളും ഡോസും കൃത്യമായി എഴുതി കൊണ്ടുപോകുകയോ ആ മെഡിസിൻ കൊണ്ടുപോകുകയോ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. മാത്രമല്ല ഏതെങ്കിലും മരുന്നുകളുമായി അലർജി ഉണ്ടെങ്കിൽ അത് കൃത്യമായി ഡെൻറ്റിസ്റ്റിനെ ബോധിപ്പിക്കേണ്ടതാണ്. ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ പ്രത്യേകം ഈ കാര്യങ്ങൾ പറയേണ്ടതാണ്. ഇങ്ങനെയുള്ളവർക്ക് നൽകുന്ന ചികിത്സയും മരുന്നുകളുമെല്ലാം വ്യത്യാസമുള്ളതായിരിക്കും. പ്രത്യേകിച്ച് ഗർഭിണികളോ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ ഡെൻ്റൽ എക്സ്റേയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കേണ്ടതാണ്. ഡെൻറ്റിസ്റ്റിനെ കാണാൻ പോകുമ്പോൾ പല്ല് തേച്ചിട്ട് പോകുന്നത് നിങ്ങൾക്കും ഡോക്ടർക്കും കൂടുതൽ കംഫർട്ടബിളായിരിക്കും. ദന്ത ചികിത്സകൾ കഴിഞ്ഞാൽ കുറച്ച് സമയത്തേക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയാത്തതുകൊണ്ട് ചികിത്സയ്ക്ക് മുന്നേ ചെറുതായി ഭക്ഷണം കഴിക്കുന്നത് നല്ലതാണെങ്കിലും അമിതമായി കഴിച്ചാൽ ചില പ്രൊസീജിയേഴ്സ് ചെയ്യുമ്പോൾ നോസിയ, വോമിറ്റിംഗ് വരാനുള്ള റിസ്ക് കൂടുതലായിരിക്കും. ഇനി പല്ലിലിട്ടിരുന്ന ക്യാപ്പ് ഊരി വന്നതാണ് പ്രോബ്ലമെങ്കിൽ ആ ഊരി വന്ന ക്യാപ്പ് സേഫായി ഒരു കവറിലിട്ട് കൊണ്ടുവരേണ്ടതാണ്. ഇനി എന്തെങ്കിലും അപകടമുണ്ടായത് വഴി പല്ല് മുഴുവനായും അതിരിക്കുന്ന സോക്കറ്റിൽ നിന്ന് അടർന്നു പോയത് കിട്ടിയിട്ടുണ്ടെങ്കിൽ കളയാതെ ഒരു 30 മിനിറ്റ് മുതൽ 1 മണിക്കൂറിനുള്ളിൽ തന്നെ ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് എത്താൻ കഴിയുമെങ്കിൽ അതേ പല്ല് തന്നെ റീഇംപ്ലാന്റ് ചെയ്യാവുന്നതാണ്. പല രീതിയിൽ ഈ പല്ലിന് ഡാമേജ് വരാതെ ക്ലിനിക്കിൽ എത്തിക്കാൻ കഴിയും. ഒന്നാമതായി മിൽക്ക് ട്രാൻസ്പോർട്ടാണ്. അതായത് പാലിന് പല്ലിൻ്റെ വേരിലുള്ള കോശങ്ങളുമായി സിമിലർ pH ഉള്ളതുകൊണ്ട് കിട്ടിയ പല്ല് പാല് നിറച്ച ഒരു പ്ലാസ്റ്റിക് ബാഗിലിട്ടിട്ട് ഈ ബാഗ് ഐസ് ഇട്ട ഒരു കപ്പിലേക്ക് ഇറക്കി വയ്ക്കുകയോ അല്ലെങ്കിൽ തണുത്ത പാല് ഒരു കപ്പിലെടുത്ത് പല്ല് ഇട്ട് വയ്ക്കുകയോ ചെയ്യാം. പല്ലിലെ കോശങ്ങളെ കൂടുതൽ നേരം ജീവനോടെ സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ പല്ല് വായിൽ സർവൈവ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. വേറൊരു മെത്തേഡാണ് സലൈവ ട്രാൻസ്പോർട്ട്. ഇത് 12 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. പുറത്തേക്ക് വന്ന പല്ലിന് അതേപോലെ തന്നെ കൂടുതൽ പ്രഷർ കൊടുക്കാതെ പല്ലിരുന്ന സോക്കറ്റിലേക്ക് തന്നെ വയ്ക്കുന്ന രീതിയാണ്. എന്നാൽ കുട്ടി ഇത് വിഴുങ്ങാതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അങ്ങനെ ഇറങ്ങിപ്പോകുമോ എന്ന ഭയമുണ്ടെങ്കിൽ കുട്ടിയോട് ഒരു പാത്രത്തിലേക്ക് തുപ്പാൻ ആവശ്യപ്പെടുകയും ആ ഉമ്മിനീരിൽ പല്ല് ഇട്ട് വയ്ക്കാവുന്നതുമാണ്. ഇനി പാല്, ഉമ്മിനീര് ഒന്നും അവൈലബിൾ അല്ല എങ്കിൽ പല്ലിനെ ഒരു നനഞ്ഞ തുണിയിൽ പൊതിഞ്ഞ് സൂക്ഷിക്കാം. എന്നാൽ അറിയുക, ബേബി ടൂത്താണ് പുറത്ത് വന്നതെങ്കിൽ തിരിച്ച് പ്ലേസ് ചെയ്യാൻ കഴിയുകയില്ല. ഏകദേശം 6 വയസ്സിന് ശേഷം വന്നിട്ടുള്ള പെർമനൻ്റ് പല്ലുകളെ മാത്രമേ തിരിച്ച് ഈ രീതിയിൽ സോക്കറ്റിലേക്ക് വയ്ക്കാൻ കഴിയുകയുള്ളൂ. ഇനി നിങ്ങളുടെ കൺസേണും ചോദ്യങ്ങളുമെല്ലാം നേരത്തെ ലിസ്റ്റ് ചെയ്ത് വെച്ച് പോകുകയാണെങ്കിൽ മറക്കാതെ എല്ലാം ഡോക്ടറോട് ചോദിച്ച് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ കഴിയും. ഇനി നിങ്ങൾ ചെറിയ ഭയത്തോടും ടെൻഷനോടും കൂടിയാണ് വരുന്നതെങ്കിൽ കൂടെ ഒരു ഫ്രണ്ടിനെയോ ഒരു ഫാമിലി മെമ്പറിനെയോ കൊണ്ടുവരുന്നത് ഇമോഷണൽ സപ്പോർട്ട് ലഭിക്കാനും കുറച്ചുകൂടി റിലാക്സ്ഡായും ഇരിക്കാൻ കഴിയും.